മനുഷ്യന്റെ നിലനിൽപ്പിനും നന്മയ്ക്കും എല്ലാ നന്മയ്ക്കും എല്ലാ ധർമ്മത്തിനും ആധാരമായിട്ടുള്ള മതത്തിന്റെ മൂല്യങ്ങളെ ഉയർത്തിക്കാട്ടുകയും ധർമ്മത്തിന്റെ പാതയിലൂടെ ജനങ്ങളെ നയിക്കുകയും ചെയ്യുക എന്നതാണ് സന്യാസിയുടെ ധർമ്മം. അങ്ങനെയുള്ള സന്യാസിമാരെ നയിക്കുന്നവരെ പിടിച്ച് ജയിലിലിടുക, അവര് ഏതെങ്കിലും ഒരു മതത്തിനോ അല്ലെങ്കിൽ ഏതൊരു വിഭാഗത്തിനോ വേണ്ടി. കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. നമ്മുടെ ഒരു സംഘപ്രവർത്തകനെ സാമ്പത്തികമായിട്ട് സഹായിക്കാൻ വേണ്ടി തന്നെയായിരുന്നു. അതിലെ യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള വീഡിയോയുടെ വിശദ വിവരങ്ങൾ അറിയേണ്ടവർക്ക് നമ്മുടെ ഈ വീഡിയോ കഴിഞ്ഞ ഉടനെ ആദ്യ കമന്റ് ആയിട്ട് അത് പിൻ ചെയ്ത് വെക്കുന്നതാണ്. അത് എല്ലാ മാന്യ പ്രേക്ഷകരും കാണേണ്ടതുണ്ട്. കാരണം നമുക്കറിയാം, ഇവിടെ നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന ഭീകര സംഘടന, മുസ്ലിം ഭീകര സംഘടന, ആ ഭീകര സംഘടനയും SDPയുമായി ചേർന്നുകൊണ്ട് നമ്മുടെ ഒരു സംഘപ്രവർത്തകനെ കള്ളക്കേസിൽ കുരുക്കിയതാണ് വിഷയം. അപ്പൊ അത് വിശദമായിട്ട് ഞാൻ മുൻപൊരു വീഡിയോയിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്. അത് ഇവിടെ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അത് എല്ലാവരും പോയി കാണുക. എന്നിട്ട് ആ പയ്യനെ സഹായിക്കാൻ വേണ്ടി നമ്മളൊരു നിയമസഹായ വേദി എന്നുള്ള രീതിയിൽ നമ്മളൊരു കൂട്ടായ്മ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് സഹായം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗൂഗിൾ പേ നമ്പർ, എല്ലാ UPI ട്രാൻസാക്ഷനും ഈ 2 നമ്പറുകളിലേക്ക് ചെയ്യാം. ഇനി UPI ട്രാൻസാക്ഷൻ അല്ല, അക്കൗണ്ട് ത്രൂ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് അക്കൗണ്ട് വിവരങ്ങളും ഇവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏതാണോ നിങ്ങൾക്ക് സ്യൂട്ടബിൾ അതിലേക്ക് നിങ്ങൾ ചെയ്യുക. അത് എന്റെ വ്യക്തിപരമായിട്ടുള്ള അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കാരണം ഇത് താൽക്കാലികമായിട്ട് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു നിയമസഹായ വേദിയാണ്. ഇനി അതിനൊരു ലീഗൽ ഫോമിലേക്ക് നമ്മൾ മാറ്റാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. കാരണം നമ്മളെ ഒരുപാട് സഹോദരങ്ങൾ ഇത്തരത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. ഇതിലേക്ക് എല്ലാവരും സഹായം ചെയ്യുക. ആ വ്യക്തിയുടെ എന്താണ് കേസ്, എല്ലാ വിശദ വിവരങ്ങളും ഇന്നലെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് നമ്മുടെ ആദ്യ കമന്റ് ആയിട്ട് പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. നിലകൊള്ളുന്നവരല്ല, മാനവ കുലത്തെ തന്നെ ധർമ്മമാർഗത്തിലൂടെ നയിച്ച് എല്ലാവർക്കും സുഖവും സന്തോഷവും പ്രദാനം ചെയ്യുന്നവരാണ് സന്യാസിമാർ. അങ്ങനെയുള്ള സന്യാസിമാരെ എന്തിനാണ് ജയിലിൽ അടയ്ക്കുന്നത്? അപ്പൊ എന്താണ് അതിന്റെ ഉദ്ദേശം? പറയുന്നുണ്ട് എല്ലാ മതങ്ങളും മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ്. എല്ലാ മതങ്ങളുടെയും സാരം സ്നേഹമാണ്, നല്ല ഗുണങ്ങളാണ്. അങ്ങനെയുള്ള ആ മതത്തിന്റെ സാരം മനസ്സിലാക്കാതെ അല്ലെങ്കിൽ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മതത്തെ സ്വന്തം ഇഷ്ടപ്രകാരം സ്വാർത്ഥ ലാഭത്തിനായിട്ട് ഉപയോഗിക്കുന്ന അഹങ്കാരികളും ഇടുങ്ങിയ മനസ്ഥിതിയുള്ളവരുമാണ് ഇതിന്റെ പിന്നിൽ. ലോകത്തിൽ ഒരിക്കലും സമാധാനം ഉണ്ടാകരുതെന്ന് ആഗ്രഹിക്കുന്നവർ പണ്ട് ഉണ്ടായിരുന്നു. പിശാചുക്കളും അസുരന്മാരും രാക്ഷസന്മാരും അവര് സന്തോഷത്തിനും സമാധാനത്തിനും എതിരാണ്. അവർക്ക് രക്തം കണ്ടാലേ സമാധാനമുള്ളൂ. അങ്ങനെയുള്ളവർ മതത്തിന്റെ പേരിലാണ് ഈ ഉപയോഗിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മതത്തെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് ഈ രാക്ഷസന്മാർ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് മതത്തിന്റെ യഥാർത്ഥ സാരമായ സ്നേഹത്തിന്റെ ഒരു കണികയെങ്കിലും ഉള്ളിലുണ്ടെങ്കിൽ, മനുഷ്യത്വത്തിന് ഇത്തിരിയെങ്കിലും വില കൊടുക്കുന്നവരുണ്ടെങ്കിൽ, അവര് എല്ലാ മതത്തിനും ജാതിക്കും രാഷ്ട്രീയത്തിനും അതീതമായി ഒന്നായിട്ട് നിലകൊള്ളണമെന്നാണ് എനിക്കിവിടെ പറയാനുള്ളത്. കാരണം എല്ലാ മതത്തിലും നന്മയുണ്ട്, എല്ലാ മതത്തിലും നല്ല മനുഷ്യരുണ്ട്, എല്ലാറ്റിനും നല്ല സന്ദേശമുണ്ട്. അപ്പൊ ഇത്രയെങ്കിലും മനസാക്ഷി അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ അവര് ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനുമെല്ലാം അതീതമായിട്ട് ഒന്നാകണം. ധർമ്മത്തിനെതിരെ പ്രവർത്തിക്കണം, അധർമ്മത്തിനെതിരെ പ്രവർത്തിക്കണം. ധർമ്മത്തിന് വേണ്ടി എന്നും എവിടെയെന്നല്ല, ബംഗ്ലാദേശിലെന്നല്ല, എവിടെയും ധർമ്മത്തിന് വേണ്ടി നിലകൊള്ളണം. കാരണം നമ്മുടെ മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് അല്പകാലമേ ഉള്ളൂ ഈ ലോകത്തിൽ. അത് സ്വാർത്ഥകമാക്കി തീർക്കണം. ഒരിക്കലും ഒരു സ്ഥലത്ത് എന്നെ ഒരു പ്രദേശം, നമ്മുടെ മലപ്പുറം ജില്ലയിൽ തന്നെ ഒരു സ്ഥലത്ത് എന്നെ കൊണ്ടുപോയി. അത് ഈ പാലിയേറ്റീവിന്റെ കെയർ ഓഫിലാണ്, അവരുടെ ഒരു വിഭാഗമാണ് എന്നെ കൊണ്ടുപോയത്. ഒരു 50ഓളം വീടുകളിൽ ഞാൻ പോയി. നമ്മൾ അവരെ സാന്ത്വനിപ്പിക്കുക, ചെറിയ സഹായങ്ങൾ എന്തെങ്കിലും ചെയ്യുക എന്നൊക്കെയായിരുന്നു ഉദ്ദേശം. നിങ്ങൾക്ക് കേൾക്കുന്ന സത്യം പറയുകയാണ്, ഒരു 50ഓളം വീടുകളിൽ നല്ല സ്മാർട്ടായിട്ടുള്ള ചെറുപ്പക്കാര്
നട്ടല് തകർന്നും മറ്റ് പല അസുഖങ്ങൾ കൊണ്ടും അനങ്ങാൻ വയ്യാതെ ഒരേ കിടക്കുകയാണ്. ഒന്നും ചെയ്യാൻ കഴിയില്ല. പരസഹായം ഇല്ലാതെ അവർക്ക് ഭക്ഷണം പോലും കഴിക്കാൻ വയ്യാത്ത ചെറുപ്പക്കാർ പല പ്രായത്തിലുള്ളവരുണ്ട്. ഒരു വീട്ടിൽ ചെന്നപ്പോൾ അവിടെ 3 പെൺകുട്ടികൾക്ക് ഭ്രാന്താണ്. അങ്ങനെ കുറേ അനുഭവങ്ങളുള്ള കുറേ വീടുകൾ. എന്നെ കൊണ്ടുപോയവരോട് ഞാൻ ചോദിച്ചു, എന്താണ് ഇത്രയും ദുരനുഭവങ്ങൾ ഈ കുടുംബത്തിലൊക്കെ? അപ്പൊ അവര് പറഞ്ഞത്, എന്നെങ്കിലുമൊക്കെ നിരപരാധികളെ ക്രൂരമായി പീഡിപ്പിച്ചിട്ടുണ്ടാകും. നിരപരാധികളെ അവരോട് കാട്ടിയ ക്രൂരതയുടെ ഫലമാണ് ഇന്നിവരെ അനുഭവിക്കുന്നത് എന്നുള്ളത് ആ പ്രവർത്തകർക്ക് ഒരു സംശയമില്ല. കാരണം അവർക്ക് ജീവിതം പരസ്പരം അറിയുന്നവരാണ് എല്ലാവരും. സനാതന ധർമ്മത്തിന്റെ ഒരു പ്രധാനപ്പെട്ട നിയമമാണ് കർമ്മ നിയമം. നമ്മൾ ചെയ്യുന്നത് നമ്മളിലേക്ക് തന്നെ തിരിച്ചു വരും. അതുകൊണ്ട് നമ്മുടെ ജീവിതം സാർത്ഥകമാക്കി തീർക്കണമെങ്കിൽ നമ്മൾ നന്മ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കണം. ബംഗ്ലാദേശിൽ നടക്കുന്ന കാര്യം തന്നെ എടുക്കാം. ബംഗ്ലാദേശ് എന്ന് പറഞ്ഞാൽ കുറച്ച് ദൂരമാണെന്ന് വിചാരിച്ചത് നമ്മളും അവരും ഒരു വ്യത്യാസവും ഇല്ല. നമ്മളെപ്പോലും മനുഷ്യരാണ് അവർ ക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്നു. എന്തിന്റെ പേരില്? അവർ ന്യൂനപക്ഷം ആയതിന്റെ പേരില്. മനസാക്ഷിയുള്ളവർ ഉണരണം. നമുക്കും ഇല്ലേ മക്കളും സഹോദരങ്ങളും ഒക്കെ? നമുക്ക് അച്ഛനമ്മമാരില്ലേ? അവര് ക്രൂരമായി ഇഞ്ചിഞ്ചായി കൊല്ലപ്പെടുന്നു. എന്തിന്? അവരുടെ പേരില് ഒരു പശുക്കളെ പോലും തല്ലിക്കൊല്ലുന്നു. എന്താണ് ഇവരൊക്കെ അനുഭവിക്കാൻ പോകുന്നത്? അതുകൊണ്ട് നമ്മൾ ഒന്നായി തീരണം. ധർമ്മത്തിന് വേണ്ടി നമ്മൾ നിൽക്കണം. അവിടെ ജാതിയും മതമോ രാഷ്ട്രീയമോ നോക്കരുത്. മനുഷ്യത്വം ഇല്ലെങ്കിൽ എന്ത് രാഷ്ട്രീയം? സ്നേഹമില്ലെങ്കിൽ എന്ത് മതം? ഇത് മതത്തിന്റെ പേരിൽ കാട്ടിക്കൂട്ടുന്ന രാക്ഷസന്മാരുടെ കൂട്ട് നമ്മൾ ഒരിക്കലും കൂട്ടു നിൽക്കരുത്. നമ്മൾ അവരുടെ കൂടെ നിൽക്കണം. അവര് ധർമ്മത്തിന് വേണ്ടി മനസ്സിൽ ഈ സന്യാസിമാരെ തന്നെ എടുക്കാം. അവരുടെ ഉള്ളിൽ ഈശ്വര സ്വരൂപമാണ്. ഈശ്വരനാണ് അവരുടെ ഉള്ളിൽ. ആ സന്യാസിമാരുടെ ഉള്ളിൽ അവരുടെ ചുണ്ടിൽ ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന പ്രാർത്ഥനയാണ്. ലോകത്തിന് മുഴുവൻ ശാന്തി ഉണ്ടാകട്ടെ. സർവേഷാം സ്വസ്തിർഭവതു, സർവേഷാം ശാന്തിർഭവതു, സർവേഷാം മംഗളം ഭവതു, സർവേഷാം ശാന്തിർഭവതു എന്നൊക്കെയാണ് ഒരു യഥാർത്ഥ ഹിന്ദു സനാതന ധർമ്മ വിശ്വാസി, പ്രത്യേകിച്ച് ഒരു സന്യാസി പ്രാർത്ഥിക്കുന്നതും ആ വഴിക്കാണ് ജനങ്ങളെ നയിക്കുന്നതും. അല്ലാതെ വിഭാഗീയത ഇല്ല ഇവിടെ. നമ്മൾ ഒന്നാണെന്നാണ് അവരെ പഠിപ്പിക്കുന്നത്. ഓരോ മനുഷ്യരെ അങ്ങനെ ആക്കി തീർക്കുന്നവരാണ് സന്യാസിമാർ. അപ്പൊ എന്തിനാണ്? അത് ഉൾക്കൊള്ളാത്തത് കൊണ്ടല്ലേ, അത് മനസ്സിലാക്കാത്തത് കൊണ്ടല്ലേ. നമ്മളിൽ തന്നെ എത്ര പേര് സത്യം മനസ്സിലാക്കുന്നു? എവിടെ വിഭാഗീയത? ഇപ്പൊ ഓരോരുത്തർ പറയും, ഞാൻ ഒരു എഞ്ചിനീയർ, ഞാൻ ഡോക്ടർ, അല്ല ഞാൻ ഹിന്ദു, ഞാൻ ക്രിസ്ത്യാനി, ഞാൻ മുസൽമാൻ, ഇങ്ങനെ പറയും. സത്യത്തിൽ എല്ലാവരിലും ഒരു പൊതു ഘടകമുണ്ട്, ഞാൻ ഞാൻ ഞാൻ. ആ ഞാനിന് പ്രത്യേകിച്ചൊരു നാമമില്ല, രൂപവുമില്ല. ആ പൊതുവായ ജ്ഞാനമാണ് യഥാർത്ഥത്തിൽ ആത്മാ അല്ലെങ്കിൽ ഈശ്വരൻ അല്ലെങ്കിൽ ബ്രഹ്മം എന്നൊക്കെ പറയുന്നത്. അതെല്ലാവരിലും എല്ലാവരുടെയും എന്നും വ്യാപിച്ചിരിക്കുന്ന സത്യമാണ്, പരമസത്യം. ഈ സത്യത്തെ അറിയുക എന്നുള്ളതാണ് സനാതന ധർമ്മം അനുസരിച്ച് മനുഷ്യ ജീവിതത്തിന്റെ തന്നെ ലക്ഷ്യം. അതിനുള്ള വഴിയാണെങ്കിൽ ഈ തത്വത്തിലൂടെ ജീവിച്ച് ഈ തത്വത്തിലൂടെ ജനങ്ങളെ നയിക്കുക എന്നുള്ളതാണ് അതിനുള്ള മാർഗം. ഇങ്ങനെയുള്ളവർ ഹിന്ദുക്കളും ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഉണ്ടാകണമെന്നാണ് നമ്മൾ പറയുന്നത്. കാരണം അവരെ രണ്ടാമതൊന്നില്ലാത്ത ബ്രഹ്മത്തെ, ഈശ്വരനെ കാണുന്നു. രണ്ടാമതൊന്നില്ല. ഏകമേവ അദ്വിതീയം ബ്രഹ്മം എന്ന സത്യത്തെ അറിഞ്ഞവർ, അല്ലെങ്കിൽ അറിയാൻ ശ്രമിക്കുന്നവർ. രണ്ടാമതൊന്നില്ലാത്ത പറയാൻ കാരണം മുമ്പേ പറഞ്ഞതുപോലെ എല്ലാറ്റിലും ഏകമായ സത്യമാണുള്ളത്. ഇപ്പം നമ്മൾ കടലിലേക്ക് നോക്കുകയാണെങ്കിൽ ചെറുതും വലുതുമായ അനേകം തിരമാലകൾ കാണാം. പക്ഷെ എല്ലാറ്റിലും പൊതു ഘടകം വെള്ളമാണ്. അതിനെല്ലാം ചേർത്താണ് സമുദ്രം എന്ന് പറയുന്നത്. ആ തിര മാറി ഈ തിര വേറെ ഇല്ല. ഈ സത്യം അറിയുന്നവരാണ് യഥാർത്ഥ ഹിന്ദുക്കൾ, യഥാർത്ഥ സനാതന ധർമ്മ വിശ്വാസികൾ. അവര് ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഉണ്ടാകണം. എന്നാലേ ലോകത്തിന് സമാധാനം ഉണ്ടാകുള്ളൂ. കാരണം അവർക്ക് അന്യരില്ല.
അവരുടെ മതം സ്നേഹമാണ്. അവരുടെ ഉള്ളിൽ ഈശ്വരൻ നിറഞ്ഞ് കവിഞ്ഞിരിക്കുക. ഈശ്വരൻ തന്നെ സ്നേഹമാണ്. അതുകൊണ്ട് നമുക്കറിയാം, ഏത് രാജ്യത്ത് ചെന്നാലും ഭാരതീയർ ആ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു, ആ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. ആ രാജ്യത്തെ ജനങ്ങളോട് ഒന്നായി ചേർന്നുകൊണ്ട് നമ്മൾ ഒന്നുള്ള ഭാവത്തിൽ പ്രവർത്തിക്കുന്നു. അവരെ എങ്ങനെയാണ് ശത്രുവായിട്ട് കാണുക? അവരെ എന്തിനാണ് കൊല്ലുന്നത്? അപ്പൊ എന്താണ് ഇവിടെ നടക്കുന്നത്? പൈശാചികതയല്ലേ? ഈ പൈശാചികതയ്ക്ക് നമ്മൾ മതത്തിന്റെ പേരിലോ രാഷ്ട്രീയത്തിന്റെ പേരിലോ കൂട്ടുപിടിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഇതെല്ലാം നമ്മൾ തന്നെയായിരിക്കും ഇതിന്റെ എല്ലാം തിക്തഫലം അനുഭവിക്കേണ്ടി വരിക. അല്ലാതെ ധർമ്മത്തിൽ ഒരിക്കലും കോട്ടം വരില്ല. ധർമ്മം മാത്രമേ ജയിക്കൂ. പ്രത്യേകിച്ച് സനാതന ധർമ്മം ഒരിക്കലും നശിക്കില്ല. കാരണം അത് ഈശ്വരനാണ്. ചിലപ്പോൾ അതിന്റെ പേരിൽ ജനങ്ങൾ കുറെ പീഡിപ്പിക്കപ്പെട്ടേക്കാം. അത് താൽക്കാലികമാണ്. അല്ലാതെ ഈ ധർമ്മത്തെ നശിപ്പിക്കാൻ ആർക്കും കഴിയില്ല. അതാണ് അത് സനാതനമായി ഇരിക്കുന്നത്. കാരണം ഈ പ്രപഞ്ചത്തിന്റെ നിലനിൽക്കുന്നത് ധർമ്മത്തിലാണ്. ധർമ്മമേ ജയിക്കൂ. അതുകൊണ്ട് നമ്മൾ ആ ജയിക്കാൻ പോകുന്ന ധർമ്മത്തിന്റെ കൂടെ നമ്മൾ അണിനിരക്കണം. അമ്മ പറയുന്നുണ്ട്, മക്കളെ, മതത്തിന്റെ പേരിൽ മരിക്കാൻ ആയിരങ്ങൾ തയ്യാറാകും, എന്നാൽ മതത്തിൽ ജീവിക്കാൻ ഒരാൾ പോലും തയ്യാറാകുന്നില്ല എന്നുള്ള സത്യം എത്ര സത്യമാണിത്. അതുകൊണ്ട് അമ്മയ്ക്ക് പറയാനുള്ളത്, ഇപ്പം നമുക്കതറിയാം, മതത്തിന്റെ സാരം സ്നേഹമാണ്. അമ്മ ലോകത്തില് സ്നേഹം കൊണ്ട് ഒരു വലിയ വിപ്ലവം സൃഷ്ടിച്ചു. ലോകമാസകലം അവിടെ മുസ്ലിമുണ്ട്, ക്രിസ്ത്യാനിയുണ്ട്, സിഖുകാരുണ്ട്, എല്ലാ ജാതിക്കാർ. അവരൊന്നും ജാതിയോ അവരുടെ പേരോ ഒന്നും മാറ്റേണ്ട ആവശ്യമില്ല. കാരണം സനാതനധർമ്മം എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്നു. കാരണം അത് സ്നേഹമാണ്, ദിവ്യമായ സ്നേഹം. എന്റേതെന്നുള്ളതല്ല, അത് നമ്മൾ എന്നുള്ള സ്നേഹമാണ് സനാതനധർമ്മം. അതുകൊണ്ടാണ് അമ്മയ്ക്ക് ലോകത്തെ മുഴുവൻ ഉൾക്കൊള്ളാനായത്, ലോകർക്ക് മുഴുവൻ അമ്മയെ ഉൾക്കൊള്ളാനായതും അതുകൊണ്ടാണ്. അമ്മ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. വിദ്യാഭ്യാസം, കാരുണ്യം, ചികിത്സ, മറ്റ് സാമൂഹിക കാര്യങ്ങൾ, ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നു. ഇവിടെ എന്നും അമ്മ, നീ മുസ്ലിമാണോ, നീ ക്രിസ്ത്യാനിയാണോ, നീ മറ്റേതാണെന്നും മാറ്റി നിർത്തിയില്ല. ഇങ്ങനെയുള്ള ഒരു അമ്മയ്ക്ക് മക്കൾ തമ്മിൽ വ്യത്യാസം ഉണ്ടാകുക. അതുപോലെ തന്നെയാണ് സനാതനധർമ്മം അമ്മയാണ്. സനാതനധർമ്മത്തിന് ആരെയും വ്യത്യാസമില്ല. ഈ സത്യം മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും ഈ ധർമ്മത്തിന്റെ പേരിൽ ഒന്നിക്കണം എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. അവിടെയുള്ള നമ്മുടെ സഹോദരങ്ങൾ അവർ പീഡിപ്പിക്കപ്പെട്ട് നമ്മൾ കാണുന്നു, അവരത്രയധികം അനുഭവിക്കുന്നു നമ്മൾ കാണുന്നു. പക്ഷെ അവർ പരാജയപ്പെടുന്നില്ല. അവരുടെ ഉള്ളിൽ ഈശ്വര സ്മരണയോടെ അവര് ധർമ്മത്തിൽ ഉറച്ചു നിന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ ആ ചങ്കൂറ്റത്തിന്, അവരുടെ ആ ധർമ്മനിഷ്ഠയ്ക്ക്, അല്ലാതെ അവർ ധർമ്മം വിട്ട് ഓടുന്നില്ല. അവരുടെ ആ ധർമ്മനിഷ്ഠയ്ക്ക് എല്ലാ ഐക്യദാർഢ്യവും മതത്തിന്റെ പേരിൽ, അമ്മയുടെ എല്ലാ മക്കളുടെ പേരിലും ഞാനിവിടെ അറിയിക്കുകയും കൂടെയാണ്. നമ്മൾ അവരോടൊപ്പമാണ്. എവിടെയായാലും നമ്മൾ ധർമ്മത്തോടൊപ്പമാണ്. അതുകൊണ്ട് അവർക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? മുമ്പ് രാമചന്ദ്രൻജി പറഞ്ഞതുപോലെ കേന്ദ്ര ഗവൺമെന്റ് വേണ്ടത് നിങ്ങൾക്ക് ചെയ്യുന്നുണ്ടാകും, നമുക്ക് ആശ്വസിക്കുക. സത്യം പറഞ്ഞാൽ രാത്രി കിടന്ന ഉറക്കം പോലും വരില്ല. കാരണം അവരനുഭവിക്കുന്ന പീഡനങ്ങളോർത്താൽ. അമ്മ പറയാറുണ്ട്, മക്കളെ, മതത്തെ ശരിയായ ഉൾക്കൊണ്ടാൽ മറ്റുള്ളവരുടെ ദുഃഖം നമ്മുടെ ദുഃഖമാകും, മറ്റുള്ളവരുടെ സന്തോഷം നമ്മുടെ സന്തോഷമാകും. ഇടത് കൈ മുറിഞ്ഞാലേ, ഓ നീ ഇടത് കൈയല്ലേ, ഞാൻ വലത് കൈ എന്ന് പറഞ്ഞിരിക്കില്ല. നമ്മളവിടെ ഓടിച്ചെല്ലും ഇടത് ആ കൈയെ ആശ്വസിപ്പിക്കാൻ. അതുപോലെ ഈ പ്രപഞ്ചം മുഴുവൻ ഈശ്വരന്റെ ശരീരമാണെങ്കിൽ ഈ പ്രപഞ്ചം മുഴുവൻ ആ ഈശ്വരനോട് താതാത്മ്യം പ്രാപിക്കുമ്പം ഈ പ്രപഞ്ചം മുഴുവൻ നമ്മുടെ ശരീരമാണ്. അവിടെ നമുക്ക് അന്യരില്ല. മറ്റുള്ളവരുടെ വേദന നമ്മുടെ വേദനയായി തീരും, മറ്റുള്ളവരുടെ സന്തോഷം നമ്മുടെ സന്തോഷമായി തീരും. അങ്ങനെ മനുഷ്യകുലത്തെ മുഴുവൻ വളർത്തുന്നവരാണ് സനാതനധർമ്മ വിശ്വാസികൾ. സന്യാസിയുടെ നേതൃത്വത്തിൽ, അമ്മയെപ്പോലുള്ള മഹാത്മാക്കളുടെ നേതൃത്വത്തിൽ. എന്തിനാണ് അവരെ അന്യരായിട്ട് കാണുന്നത്? എന്തിനാണ് അവരെ വെറുക്കുന്നത്? ഈ സത്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ധർമ്മത്തിന് വേണ്ടി, രാഷ്ട്രീയത്തിന്റെ മതത്തിന്റെ എല്ലാം വേലിക്കെട്ടുകൾ തകർത്തെറിഞ്ഞ് മനുഷ്യത്വത്തിന് വേണ്ടി ജീവിക്കുക. കുറച്ച് കാലമേ ഉള്ളൂ. ചിലപ്പോൾ അടുത്ത നിമിഷമാകും കാറ്റ് പോവുക. ജീവിച്ചിരിക്കുന്ന അല്പകാലം ധർമ്മത്തിന് വേണ്ടി ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കുക. അതാണ് നമ്മളെ മനുഷ്യനാക്കുന്നത്. അങ്ങനെയുള്ള മനുഷ്യനെ ഈശ്വര തുല്യനായ വലിയ വിശ്വ മനുഷ്യനാക്കി മാറ്റിയെടുക്കുക എന്നുള്ളതാണ് സനാതനധർമ്മം. അത് എല്ലാവർക്കും അവകാശമുണ്ട്. ഏത് ജാതിയിലും മതത്തിലും പെട്ടവർക്കും അവകാശമുണ്ട്. അങ്ങനെ ആ വിശ്വ പൗരനായി തീരാൻ, ഈശ്വര തുല്യനായി തീരാൻ. അതിന് നമുക്കെല്ലാം കഴിയട്ടെ. 100% ഈ ബംഗ്ലാദേശിലെ നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി
പിന്നെ അവരനുഭവിക്കുന്ന കഷ്ടതയ്ക്കും അതിനിടയിലും അവർ കാണിക്കുന്ന നിശ്ചയദാർഢ്യത്തിനും ധർമ്മനിഷ്ഠയ്ക്കും അവനുള്ള പ്രവർത്തനത്തിനും എല്ലാം അവരോട് നമുക്ക് 100% ഐക്യദാർഢ്യവും പ്രകടിപ്പിക്കാം. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സർവേശ്വരന്റെ എല്ലാ അനുഗ്രഹങ്ങളും അവർക്കും ധർമ്മത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ ചുരുങ്ങിയ വാക്കുകൾ അമ്മയുടെ പാതാരവിന്ദങ്ങളിൽ പ്രാർത്ഥിക്കുന്നു. ഓം നമഃ ശിവായ.